ഹലോ, അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്, നോക്കണ്ട. അപ്പോൾ ഇത് അത്യാവശ്യം സ്കോറിംഗ് ആണ്. പിന്നെ ഇതിൽ പഠിക്കാൻ എളുപ്പമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതുപോലത്തെ മറ്റ് പാഠങ്ങളുടെയൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ അടക്കമുള്ള എല്ലാം അതിൽ കിട്ടും. അതുപോലെ ഇതിൻ്റെ നോട്ടാണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതിൽ അതിനെ പഠിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. റേറ്റ് എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ നടക്കില്ല. നമുക്ക് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ സ്പീഡ് പറയാം, വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം. അതുപോലെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ ഒരു റിയാക്ഷൻ്റെ സ്പീഡ് എത്ര നേരം കൊണ്ട് നടക്കും, എത്ര സ്പീഡ് ഉണ്ട്, അതിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു റിയാക്ഷൻ ഇവിടെ പരിഗണിക്കുക. A+B ഗീവ്സ് C+D എന്ന് വെച്ചാൽ എന്താ? A ആൻഡ് B എന്ന് പറയുന്ന റിയാക്റ്റൻസ് ആണ്, അഭികാരങ്ങളാണ്. അത് റിയാക്ഷൻ നടന്നിട്ട് C+D പ്രൊഡക്ട്സ് ആയിട്ട് മാറും, ഉൽപ്പന്നങ്ങളായിട്ട് മാറും. അപ്പോൾ ആ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എങ്ങനെ എനിക്ക് പറയാൻ കഴിയും? ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടൈം, കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. എത്ര അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ എത്ര സമയം കൊണ്ടാണ് ചേഞ്ച് ഉണ്ടായത്. റിയാക്ഷൻസിൻ്റെ കാര്യം പറയുന്നത് റിയാക്ഷൻസ് ആദ്യം കോൺസെൻട്രേഷൻ മാക്സിമം ആയിരിക്കും, കാരണം അത് ഒന്നും മാറിയിട്ടില്ല, റിയാക്ഷൻ നടന്നിട്ടില്ല. പക്ഷേ എല്ലാ റിയാക്ഷൻ ഇങ്ങനെ നടന്നു വരുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ കുറഞ്ഞ് 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 സീറോയിലെത്തും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞെത്തും. ചിലത് റിയാക്ട് ചെയ്യാണ്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറവിലെത്തും. അപ്പോൾ ഈ ഫൈനൽ കോൺസെൻട്രേഷൻ ബൈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ, ഡെൽറ്റ ആർ നമുക്ക് പറയാം. ആ കോൺസെൻട്രേഷൻ ഉണ്ടായ ചേഞ്ച് അത് ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാണ് ആ ചേഞ്ച് നടന്നത്, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റിൻ്റെ ഇത് കുറഞ്ഞല്ലേ വരിക ആ സംഭവം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ -Δr/Δt എന്ന് കാണും. ഈ മൈനസ് എന്താ സൂചിപ്പിക്കുന്നത്? ഇത് കുറയുക എന്നാണോ സൂചിപ്പിക്കുന്നത്? അതെ, പക്ഷേ അത് അങ്ങനെയല്ല അതിനർത്ഥം. എന്ന് വെച്ചാൽ ആദ്യം അത് കൂടുതലാണ്, പിന്നെ കുറഞ്ഞു. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കും. അപ്പോൾ ഫൈനൽ കുറവും ഇനീഷ്യൽ കൂടുതലുമാണെങ്കിൽ മൈനസ് സംഖ്യകളായിട്ട് വരില്ലേ? അപ്പോൾ നെഗറ്റീവ് സംഖ്യേനെ ഒഴിവാക്കാൻ പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്, അതിന് മാത്രമാണ് ഇത് ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റേറ്റ് എന്തായി? പോസിറ്റീവായി കിട്ടും. ഓക്കെ, റേറ്റ് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ പ്രൊഡക്ട്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി വരില്ലേ ചെയ്യുക, പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല, അല്ലെ തീരെ കുറവാണ്, പ്രൊഡക്റ്റ് കൂടി വന്നു. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അപ്പോൾ പോസിറ്റീവ് വരിക, ഡിവൈഡ് ബൈ Δt ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് പോസിറ്റീവിൽ തന്നെ കിട്ടും. ഇത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയായിരിക്കും. ഇത് ഇങ്ങനത്തെ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് സാധാരണ വെലോസിറ്റിക്ക് m/s എന്ന് പറയുന്ന ഈ റേറ്റിനൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഓരോ റിയാക്ഷനും ഓരോ യൂണിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം, അത് നമുക്ക് പിന്നെ വരും. ഓക്കെ, ഇനി ആവറേജ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം നോക്കാം. അതായത് ഒരു റിയാക്ഷൻ ഇങ്ങനെ തരും, എന്നിട്ട് തന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ റേറ്റ് എഴുതിയ ഇക്വേഷൻ ഏതാണെന്ന് മൾട്ടിപ്പിൾ ചോയ്സ് 1 വേർഡ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ കഴിയണം. എങ്ങനെ ഇത് എഴുതാന്ന് വെച്ചാൽ രണ്ട് റൂൾ മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ മേലെ ഇങ്ങനത്തെ ഒരു സംഖ്യ വരികയാണ്, സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ് എന്ന് അതിന് പറയാം. ആ നമ്പർ എന്തെങ്കിലും വരികയാണെങ്കിൽ, 1 അല്ലാത്ത എന്തെങ്കിലും നമ്പർ വരികയാണെങ്കിൽ അതിനിങ്ങനെ ഫ്രാക്ഷണൽ ഫോമിൽ 1/, ഇപ്പോൾ 2 ആവുന്നെങ്കിൽ 2, കാരണം ഫസ്റ്റ് ഇവിടെ 2 അല്ലേ വന്നു, അതുകൊണ്ട് 1/2. ഇനി 4 ആവുന്നെങ്കിൽ 1/4, അങ്ങനെ എഴുതാൻ കഴിയണം. അതൊന്ന്. പിന്നെ ഇത് റിയാക്റ്റൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് സംഖ്യ ഇടണം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് റിയാക്റ്റൻ്റ് ആണ്, അപ്പോൾ നെഗറ്റീവ് 1/2 കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡെൽറ്റ N2O5 അല്ലേ സംഭവം, അതങ്ങനെ തന്നെ ഇടുക, സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ആയി അർത്ഥം ഡിവൈഡഡ് ബൈ Δt. എന്താണെന്നോ ന്യൂമറിക്കൽ വാല്യൂ ഒന്നും എഴുതണ്ടായില്ല, ഇങ്ങനെ എഴുതുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ ഒരു റേറ്റ് ഇക്വേഷനായി ഈക്വൽ ടു. ഇനി അടുത്ത ഇത് മറ്റെന്തിനോടൊക്കെ ഈക്വൽ ടു ആണ് നമുക്ക് എഴുതാൻ കഴിയും. എന്താ, മൈനസ് വേണോ? വേണ്ട, പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഇടേണ്ട കാര്യമില്ല, തുടങ്ങിപ്പോയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഡെൽറ്റ ഇവിടെ ഇത് റിയാക്റ്റൻ്റ് ആണല്ലോ, പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് NO2 എന്ന് മാത്രം ഇട്ടാൽ മതി, പോസിറ്റീവ്. പിന്നെ ഇതിന് 4 എന്നുള്ള കോഷ്യൻ്റ് ഉള്ളതുകൊണ്ട് 4 ഇട്ടു, ഡിവൈഡ് ബൈ Δt ഇടുക. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇത് രണ്ടും എഴുതാം. ഇനി ഒന്നുകൂടി ഇവിടെ ഉണ്ട്, അപ്പോൾ അതിന് 1 ആണ്, അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ, പിന്നെ പോസിറ്റീവ് ആണ് കാരണം പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ O2 ഡിവൈഡ് ബൈ Δt എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ ഇത് തന്നെയാട്ടോ അർത്ഥം. മൈനസ് ഉണ്ട്, -12 അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ NO2 അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ Δt 1/4 NO2 ഡിവൈഡ് ബൈ Δt, പിന്നെ O2ൻ്റെ. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് മാത്രം നോക്കിയാൽ മതി. അതായത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്ക് മാർക്ക് ചെയ്യാൻ ഈ രണ്ട് നിയമം നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കൂടുതൽ അത് പറയുന്നില്ല. ഇനി ഈ ഒരു റിയാക്ഷനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പറയും, നോക്കിക്കോ. H2 ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നെഗറ്റീവ് ഉണ്ടാവും, കാരണം അത് ഇതാണ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ H2 ഡിവൈഡ് ബൈ Δt മൈനസ് ഉണ്ട് ഈക്വൽ ടു ഇത് എന്താണ് റിയാക്റ്റൻ്റ് ആണ്, അപ്പോൾ ഇതിനൊരു മൈനസ് ഉണ്ട്, -Δ I2 ഡിവൈഡ് ബൈ Δt. പിന്നെ ഇത് ഹാഫ്, ഇത് തന്നെയാട്ടോ ഉദ്ദേശിക്കുന്നത്, അത് എഴുതി എങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഇത് 2 ആണ്, അതുകൊണ്ട് 1/2 മൈനസ് വേണ്ട, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 1/2 Δ H ബൈ Δt. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം.
ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് മാറും. കാരണം നേരത്തെ എവിടെയൊക്കെ ഡെൽറ്റ ഈ ത്രികോണട്ടോ അതെല്ലാം മാറ്റിയിട്ട് ഡി ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇൻസ്റ്റൻറ്റേനിയസ്. ഇൻസ്റ്റൻറ്റേനിയസ് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വലിയൊരു ടൈം ഇൻ്റർവൽ ഒന്നുമല്ല, വളരെ ചെറിയൊരു സമയത്തിന് അതിൽ വരുന്ന മാറ്റമാണ് അത് പറയുന്നത്. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടീനെ ഡി എക്സ് ബൈ ഡി ടി എന്നതാ. ഓക്കെ, ആ ഡി വരുന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ടോ, ആ ഡെൽറ്റയ്ക്ക് മാറി ഡി ആയി, എല്ലായിടത്തും ഇവിടെയൊക്കെ ഡി ആയി. മറ്റേ നെഗറ്റീവ് ഒക്കെ അവിടെ തന്നെയുണ്ട്, മറ്റേ ഒരു വ്യത്യാസവും ഇല്ല. 1/, ആ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അത് കൂടുതൽ പറയണ്ടല്ലോ, അടുത്തേക്ക് വരാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഫാക്ടേഴ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോക്കണേ, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് ഈ സ്പീഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്. നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ് പറഞ്ഞാൽ ഇപ്പം ഞാൻ സ്വർണ്ണ കട്ടീനെ അല്ലെ സ്വർണ്ണത്തിൻ്റെ എന്തെങ്കിലും ചെറിയ കഷ്ണത്തിനെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോകണം എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ സംഭവം. അതൊക്കെ റിയാക്ട് ചെയ്ത് വരണേ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ട് ചെയ്തൊക്കെ വരണേ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആയിരിക്കും. അത് വേറെ സംഭവം. ഇപ്പോൾ സോഡിയം മെറ്റലിനെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് സോഡിയം മെറ്റലും കിട്ടുമെന്ന് വിചാരിച്ചു. അത് ഉരുണ്ടുരുണ്ട് കത്തി ജ്വലിച്ച് പുകയായിട്ട് പെട്ടെന്ന് തന്നെ ഒരു 30 സെക്കൻഡിനുള്ളിൽ അപ്രത്യക്ഷമാവും. അതായത് എന്താണ് ഇതിൻ്റെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് ആ ഒരു റിയാക്ഷൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. മനസ്സിലായല്ലോ, ഒരു പോയിന്റ് മനസ്സിലായി. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്, അതായത് ഞാൻ ആദ്യം ഇപ്പോൾ സോഡിയം തന്നെ ഇടാന്ന് വെച്ചാൽ ചെറിയ പൊടി കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള റിയാക്ഷൻ പോലെ ആയിരിക്കുമോ വലിയൊരു കഷ്ണം ഇടുമ്പോൾ? അല്ലല്ലോ. അതായത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്ര അളവിൽ ഞാൻ റിയാക്റ്റൻസ് ചേർക്കുന്നോ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്നൊന്നും പഠിക്കേണ്ട. ടെമ്പറേച്ചർ വരികയാണെങ്കിൽ അതെന്തായാലും ഇതിനെ സ്വാധീനിക്കും, ഇതിൻ്റെ സ്പീഡിനെ ചിലപ്പോൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ സ്വാധീനിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉൾപ്രേരകങ്ങൾ എന്നൊക്കെ പറയുന്നില്ല, ഉൾപ്രേരകങ്ങൾ എന്നൊക്കെ പറയും. ആ സംഭവങ്ങളുടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്പീഡ് ചിലപ്പോൾ കൂടും, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ അനുസരിച്ചിരിക്കും. കാറ്റലിസ്റ്റ് ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. സ്പീഡിനെ സർഫസ് ഏരിയ, റിയാക്ഷൻ നടക്കുന്ന സർഫസ് ഏരിയ ബാധകമാണ്. പ്രസൻസ് ഓഫ് ലൈറ്റിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില റിയാക്ഷനിലൊക്കെ വ്യത്യാസം വരാനുണ്ട്. അപ്പോൾ ഈ ഒരു 6 പോയിന്റ് മസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ റേറ്റിൻ്റെ ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ടു, ആ ഒരു ഡെൽറ്റ വെച്ചിട്ട് കോൺസെൻട്രേഷൻ എഴുതുക ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നൊരു സംഭവം നമ്മൾ കണ്ടു. അടുത്ത ഒരു റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. ഇതിനെ റേറ്റിലോ അല്ലെ റേറ്റ് ഇക്വേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതെങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ ഇക്വേഷൻ എടുക്കുക. എ പ്ലസ് ബി യൂസ് സി പ്ലസ് ഡി. ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ കോഷ്യൻ്റാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ 2NO2 എന്നൊക്കെ എഴുതിയില്ലേ, 2 ഇല്ലേ, ആ സംഭവമാണ് ഇവിടെ ജനറലായിട്ട് എഴുതിയോണ്ടേ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് ആൽഫയോ എ ഒന്നുമല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനോട്? അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, റിയാക്റ്റൻസിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു എക്സ്. ഒന്നിലധികം റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചേർക്കുക, അത് റേസ് ടു വൈ. ആ ഒരു സംഖ്യ ഈ വൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കാരണം എയിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എ ആണ്, ഈ എ ആണ്. ഈ വൈ ആണെങ്കിൽ ഈ ബി ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അപ്പോൾ അവർ പറയുന്നത് മേ ഓർ മേ ബി നോട്ട് ഈക്വൽ ടു ഈ എ ആൻഡ് ബി. ഈ എക്സും വൈയും ഇതിനോട് ഈക്വൽ ആകാം, ചിലപ്പോൾ ഈക്വൽ അല്ലാതിരിക്കാം. അപ്പോൾ ഈ എക്സ് ആൻഡ് വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല ഇത് തന്നെയാണെന്ന്. മേ ബി ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എന്നേ പറയാൻ പറ്റുള്ളൂ. റേറ്റ് ഇക്വേഷൻ ആണ് ഈ മൊത്തത്തിലുള്ള സംഭവത്തിന് പറയുക. പിന്നെ ഈ ഒരു പ്രൊപ്പോർഷണൽ ഞാൻ പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കെ ഇട്ടിട്ടുണ്ടേ. ഇതാണ് റേറ്റ് ലോ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പക്ഷേ ഈ ഒരു റേറ്റ് ലോ നന്നായിട്ട് പഠിക്കുക. ശരി, ഇനി ഇതിൻ്റെ തന്നെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഈ ഞാൻ പറഞ്ഞല്ലോ എക്സ് ആൻഡ് വൈ, ആ എക്സ് ആൻഡ് വൈ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഓർഡറാണ്. ഇപ്പോൾ 2 എണ്ണം ഇവിടെ പവറായിട്ട് വന്നിട്ടുണ്ട്, ആ എക്സ് പ്ലസ് വൈ ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ആ ഒരു റിയാക്ഷൻ്റെ പവറല്ല, ആ റിയാക്ഷൻ്റെ ഓർഡർ. ഇപ്പോൾ ഇത് 2 കൂട്ടി എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇത് 1 ആണ്, ഇതും 1 ആണ്, 1 + 1 2 കിട്ടി. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് എനിക്ക് പറയാം. ഇത് 2 കൂട്ടിയപ്പോൾ എനിക്ക് ഇവൻച്വലി 0 കിട്ടി. അപ്പോൾ എനിക്ക് എന്താ പറയുക, 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. അത് കുറച്ച് മുന്നെടുത്തുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുള്ളൂ, നോക്കിക്കോ. അപ്പോൾ ഇത്രയും ഒരു സംഭവം ഞാൻ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയ സംഭവം നന്നായിട്ട് പഠിച്ചു. ഇത് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, അതൊന്നും പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ഫസ്റ്റത്തെ ലൈനെങ്കിലും ഒന്ന് മനപ്പാടാക്കുക. ഓർഡർ ഇസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ ദ റേറ്റ് ലോ. റേറ്റ് ലോയിലെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ തുകയാണ് എന്ത്? ഓർഡർ അല്ലേ? അതെ. ഇവിടെ ഒരു ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു റേറ്റ് ലോയും കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ. ഓക്കെ, അതിലൊരു ബുദ്ധിമുട്ടില്ല. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് സെക്കൻഡ് ഓർഡർ ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി 0 ഓർഡർ റിയാക്ഷൻ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതിൽ വലിയ വൃത്തിയായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡെഫിനേഷൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞുതരാം. അതായത് NH3 അതിൻ്റെ മേലെ പവർ 0 ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ 1 -1 മറ്റേത് +1 അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 0 വരില്ല. അപ്പോൾ ഫൈനലി ഓർഡർ 0 വന്നു കഴിഞ്ഞാൽ അതാണ് 0 ഓർഡർ റിയാക്ഷൻ. ഇത് അവർ കൊടുത്ത അടിപൊളി ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ റിയാക്ഷൻ ഇൻ വിച്ച് ദ റേറ്റ് ഓഫ് ദ ഇക്വേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻസ്. ശരിയാണ്, കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മേലെ 0 ആണല്ലോ. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് എല്ലാം 1 ആയി പോയിക്കോളും.
അപ്പോൾ ഇതിന് ഒരു ഡിപ്പെൻഡൻസും ഇല്ല. അങ്ങനെ സംഭവത്തിനാണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓർഡർ സീറോ ആയ റിയാക്ഷൻ എന്ന് പറഞ്ഞാലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പഠിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലത്. പിന്നെ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മേലെ ഇങ്ങനത്തെ മേലെ എച്ച് ന്യൂ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും എന്താണെന്ന് അറിയാം, അത് സീറോ ഓർഡർ റിയാക്ഷനാണ്. ഓൾ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ആർ എന്താണ്, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ആർ ഓൾവേസ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി മുന്നോട്ട് പോകാം. യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്, അതായത് നമ്മളൊരു റേറ്റ് കോൺസ്റ്റൻറ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ ഇവിടെ, ഈ ഒരു കെ. അപ്പോൾ അതിനൊരു യൂണിറ്റ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല. കാരണം സീറോ ഓർഡറിന് ഒരു യൂണിറ്റ് ആയിരിക്കും, ഫസ്റ്റ് ഓർഡറിന് വേറെ ആയിരിക്കും, അടുത്തതിന് മറ്റേതായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റത്തെ മാത്രം പഠിക്കാൻ കഴിഞ്ഞാണെങ്കിൽ ഓരോന്നിൻ്റെയും വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡറിൻ്റെ എങ്കിലും പഠിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റൊന്നുമല്ല. ഓക്കെ, അത് രണ്ടും പഠിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് ലോ തന്നു കഴിഞ്ഞാൽ, റേറ്റ് ലോ പോട്ടെ, ഇങ്ങനത്തെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അത് ഏത് ഓർഡറാണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ചോദ്യം വന്നേക്കാം, മൾട്ടിപ്പിൾ ചോയ്സോ. അല്ലെങ്കിൽ ഇന്നൊരു യൂണിറ്റ് വരും, എന്നിട്ട് ഇതിൽ നിന്ന് പറയണം ഇത് ഏത് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ അതിനൊരു സിമ്പിൾ മരണമാസ ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലില്ല, എല്ലാത്തിൻ്റെ എല്ല്, ആ എല്ലിൻ്റെ മേലെയുള്ള പവർ അതിനോട് ഒന്ന് കൂട്ടുക. ഇപ്പോൾ ഈ കേസിലാണ് L⁻⁻1 ആണല്ലേ, +1 ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി, -1 + 1 0. അതല്ലേ ഇത് സീറോ ഓർഡർ റിയാക്ഷൻ. ഇത് എത്രയുള്ള പവർ 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. 0 ആണ് എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നും എഴുതിയില്ല, അതിൻ്റെ അർത്ഥം 0 ആണ്. അപ്പോൾ 0 + 1 എത്രയാണ്, 1, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. പിന്നെ ഇത് ഇവിടെ 1 ആണ്. അപ്പോൾ 1 + 1 2, സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. അത് എഴുതാൻ സിമ്പിളായിട്ട് നടന്നില്ലേ? ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് എഴുതി പോവാം. ഇനി മോളിക്കുലാരിറ്റിയിലേക്ക് പോവാം. എന്താണ് മോളിക്കുലാരിറ്റി? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് ദാറ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വെറുതെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നടക്കൂല. അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള റിയാക്ടൻസ്, അതിൻ്റെ ഒരു കുറച്ച് മോളിക്യൂൾസ് എങ്കിലും ഒരുമിച്ച് ഒരു കൊളിഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് തുടങ്ങുള്ളൂ, ആ റിയാക്ഷൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതിനാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. എത്ര എണ്ണമാണ് കൂട്ടിയിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ പറയാം, ഒരു 3 എണ്ണം ഒരുമിച്ച് കൂട്ടിയിടിക്കുമ്പോഴാണ് റിയാക്ഷൻ തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ആണ് മോളിക്കുലാരിറ്റി. കുറേ പേര് കൂട്ടിയിടിക്കുമ്പോഴാണുള്ള ഒരു യുദ്ധം അല്ലെ അടി തുടങ്ങുന്നത്. അതുപോലെ കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഒരു റിയാക്ഷന് തുടങ്ങാൻ കഴിയുക. അങ്ങനെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്ര എണ്ണം ഒരുമിച്ച് ഇടിച്ചോ അത്ര എണ്ണമാണ്. 2 എണ്ണം ഒരുമിച്ച് ഇടിച്ചാൽ 2 മോളിക്കുലാരിറ്റി, അങ്ങനെ പറയാം. ഇനിയിപ്പോൾ ഇത് ഊഹിക്കാനല്ലേ ഉള്ളൂ. യൂണി മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ, മോളിക്കുലാരിറ്റി 1 ആയ സംഭവം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങനത്തെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ പറ്റുമോ? ഈസി ആയിട്ട് പറ്റും. ഇതിൻ്റെ മേലെ എത്ര നമ്പറില്ലേ? ഇതിപ്പോൾ 1 അല്ലേ, ഒന്നും കൊടുത്തില്ല, 1 എന്നല്ലേ അർത്ഥം. വേറെ പ്ലസ് സംതിങ് ഒന്നും കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, 1 ആണ്, മോളിക്കുലാരിറ്റി 1 ആണ്. ഓക്കെ, ബൈ മോളിക്കുലാറിലേക്ക് വരാം. അപ്പോൾ മനസ്സിലാവും. ബൈ മോളിക്കുലാർ നോക്കിക്കോ, H2 + I2. അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഓക്കെ, 2 എണ്ണം ഉണ്ട്. 1 + 1 2. ഇത് നോക്കല്ലേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ തെറ്റും. ഇതെപ്പോഴും ഇത് തന്നെ ആവണമെന്നില്ല. ഇത് മാത്രമേ നോക്കൂ, റിയാക്ടന്റ് സൈഡ്സിൽ നോക്കാവോ. 1 + 1 2, മോളിക്കുലാരിറ്റി 2. ഇത് നോക്കിക്കോ, ഇതിലിപ്പോൾ 3 ടേംസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇതില്ല, 2 ടേമേ ഉള്ളൂ. പക്ഷേ ഇതാ 2 എണ്ണം ഇവിടെയുണ്ട്, 1 എണ്ണം ഇവിടെയുണ്ട്. 2 + 1 3, മോളിക്കുലാരിറ്റി 3. അങ്ങനെ നമുക്ക് എളുപ്പം പറയാൻ പറ്റും. ഇത് ട്രൈ മോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയും. യെസ്. ഇനി മച്ച് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്ന സംഭവമാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. ഓർഡറും മോളിക്കുലാരിറ്റിയും ചോദിക്കാത്ത ഒരു പരീക്ഷ പേപ്പർ ഉണ്ടാവില്ല, ഉറപ്പായത് ചോദിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ അത് തന്നെ എന്തായിട്ട് ഡെഫിനേഷൻ എന്താണ് ചേഞ്ച് ആയിട്ട് എഴുതാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇതെന്ന് വെച്ചാൽ എങ്ങനെ എഴുതുക, 2 ടേബിൾ വെച്ചിട്ട്. ഇത് ദ സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോയിലെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്താ, ഇറ്റ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ബ്രിങ് അബൌട്ട് കെമിക്കൽ റിയാക്ഷൻ. ബ്രിങ് അബൌട്ട് എന്ന് വെച്ചാൽ എന്താ, തുടങ്ങുക, ടു സ്റ്റാർട്ട്. അതിന് അത്രയും മോളിക്യൂൾസിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുക. ഓക്കെ, അത് ഒരു പോയിന്റായി. ഇനി ദിസ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് തിയറിറ്റിക്കലി ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒക്കെ എഴുതിയിട്ട് അത് ഫസ്റ്റ് ഓർഡറാണ്, സെക്കൻഡ് ഓർഡറാണ്, സീറോ ഓർഡറാണ് എന്ന് പറയാൻ കഴിയില്ല. എക്സ്പെരിമെന്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക ഇത് ഇന്ന ഓർഡറാണെന്ന്. അപ്പോൾ ഇറ്റ് ഇസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. പക്ഷേ മോളിക്കുലാരിറ്റി അങ്ങനെയല്ല, ഇത് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്. ആ ഒരു സംഭവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് തിയറിറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും മോളിക്കുലാരിറ്റി എന്നതാണ്. ഓർഡർ ക്യാൻ ബി 0 എന്ന് വെച്ചാൽ ഈ പവറൊക്കെ എഴുതുമ്പോൾ നേരത്തെ നമ്മളുണ്ടല്ലോ റിയാക്ഷൻ്റെ മേലെ പവർ 0 വന്നല്ലോ. അപ്പോൾ 0 ആകാമെന്നാണ് പറയുന്നത്. കണ്ടു, സീറോ ഓർഡർ റിയാക്ഷൻ്റെ മൊത്തം പവർ 0 ആണ്. അപ്പോൾ ഓർഡർ ക്യാൻ ബി 0. ഇനി മോളിക്കുലാരിറ്റി കനോട്ട് ബി 0. മോളിക്കുലാരിറ്റി 0 ആവില്ല. ഒന്നാലോചിച്ചോ, 0 മോളിക്യൂൾസ് കൂട്ടിയിടിച്ചിട്ടാണ് റിയാക്ഷൻ തുടങ്ങുന്നത് വെച്ചാൽ ഒരു സെൻസും ഇല്ല അതിൽ. അപ്പോൾ മോളിക്കുലാരിറ്റി കനോട്ട് ബി 0. ഓർഡർ ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഹാഫ് വരാം, 3/2 ഇങ്ങനത്തെ ഫ്രാക്ഷണൽ വാല്യൂസ് വരാം പവറായിട്ട് 0 വരുന്ന പോലെ. അത് ഓർഡറിൽ കുഴപ്പമില്ല. പക്ഷേ മോളിക്കുലാരിറ്റി ഇങ്ങനെ പകുതി മോളിക്യൂൾ കൂട്ടിയിടിക്കുക എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ നമ്പേഴ്സ് ഓൺലി. ഇവിടെ ഹോൾ നമ്പർ എന്ന് വെച്ചാലും കുഴപ്പമില്ല, ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി. ഹോൾ നമ്പർ മാത്രമേ ആകാൻ കഴിയുള്ളൂ. ഈ ഒരു 4 പോയിന്റ് 2 പഠിച്ചു വെക്കുക, ഉറപ്പായും ചോദിക്കും. ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കും, ചിലപ്പോൾ 2 മാർക്കിന് ആണെങ്കിലും ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റാണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചല്ലോ.
ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് കെ കണ്ടുപിടിക്കാവുന്ന തരത്തിൽ നമ്മൾ എഴുതുന്ന ഒരു വലിയ ഡെറിവേഷനൊക്കെ കഴിഞ്ഞ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു സംഭവമാണ്. ആ ഇൻ്റഗ്രേഷനോ ഡെറിവേഷനോ ഒന്നും പഠിക്കണ്ട, ബോക്സിൻ്റെ ഉള്ളിലിട്ട സംഭവം മിനിമം പഠിച്ചു വെക്കുക. ഓരോന്നിനും കേട്ടോ. ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെയിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും, കുഴപ്പമില്ല, പഠിച്ചു കഴിഞ്ഞാൽ നടക്കുന്നില്ല, കുഴപ്പമില്ല. ഇനി ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടി ഹാഫ്. അതാണ് മറ്റേനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സംഭവം. ടി ഹാഫ്, അതായത് ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാജിൻ, ആലോചിക്കുക, ഒരു റിയാക്ടൻസ് ഇങ്ങനെ പ്രൊഡക്റ്റൈസ് മാറുക. അപ്പോൾ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരുന്നു, കുറഞ്ഞു അവസാനം സീറോയിലെത്തി, അല്ലെങ്കിൽ വളരെ കുറഞ്ഞു, എപ്പോഴും എല്ലാം കഴിഞ്ഞ് തീരണമെന്നില്ല, കുറച്ചിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ പകുതി എത്തുന്ന സമയമാണ്, എത്ര സമയം എടുത്തു അത് പകുതി വരെ എത്താൻ, അതാണ് ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന് ഒരു തരത്തിൽ, സെക്കൻഡ് ഓർഡറിന് അങ്ങനെ വേറെ തരത്തിലാണ്. പക്ഷേ എളുപ്പം നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ സംശയം, ഇപ്പോൾ റിയാക്ഷൻസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയം എന്ന് വിചാരിച്ചു 1 മണിക്കൂറാണെന്ന് വിചാരിച്ചു. അപ്പോൾ 30 മിനിറ്റിലാണോ അതിപ്പോൾ ഹാഫ് ലൈഫ് ആകുക, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണോ എന്ന് സംശയം തോന്നും. ആകാതിരിക്കാം, കാരണം അങ്ങനത്തെ ലീനിയർ ആയിട്ട് പോകുന്ന സംഭവമാണെങ്കിൽ നമുക്ക് പറയാം അത് കറക്റ്റ് ഇന്ന സമയത്താണ് പകുതി വെച്ചാണ് ഹാഫ് ലൈഫ് ആകുന്നത്. പക്ഷേ ചിലത് ഇങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് പോകുന്ന സംഭവത്ത് പറയാൻ കഴിയില്ല എപ്പോഴാണ് പകുതി വരുന്നതെന്നൊന്നും. ഓക്കെ, അപ്പോൾ അതിന് 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ടി ഹാഫ് ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ്, സെക്കൻഡ് ഓർഡറിൻ്റെ എന്ന് പറയുന്നത് സീറോ ഓർഡറിൻ്റെ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക, ടി ഹാഫ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ടി ഹാഫ് എന്ന് ഈക്വൽ ടു R0 ഫസ്റ്റ് കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2K. കെ എന്ന് പറയുന്നത് എന്താ, കെ എന്ന് പറയുന്ന ഒരു നമ്മൾ കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ടി ഹാഫ് എന്ന് പറയുന്ന സംഭവം. ഇത് സീറോ ഓർഡറിൻ്റെ, ഇങ്ങനെ ഫസ്റ്റ് ഓർഡറിൻ്റെ ആണെങ്കിൽ 0.6 ഇതിലൊരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കെ. ഓക്കെ, അപ്പോൾ ഇതിലൊരു വ്യത്യാസം എന്താ, അതായത് സീറോ ഓർഡർ റിയാക്ഷന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ആകട്ടെ ടി ഹാഫ്, അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഒരിക്കലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആകെ ആ ഒരു റേറ്റ് കോൺസ്റ്റൻറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സ്യൂഡോ അങ്ങനെ വെച്ചാൽ പി സൈലന്റ് കേട്ടോ. സ്യൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള എന്നൊക്കെയാണ് അർത്ഥം. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കള്ള ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൊടുത്തിട്ടില്ല, സംഭവം ഇതൊന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. അതായത് ദീസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ലോവർ ഓർഡർ കൈനറ്റിക്സ്. അതായത് മറ്റ് ഹൈ ഓർഡർ ആണ് നമ്മൾ വിചാരിക്കും, പക്ഷേ ലോവർ ഓർഡർ കൈനറ്റിക്സ് ഉപയോഗിക്കുന്നതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഇനി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ കൈനറ്റിക് ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഹയർ ഓർഡർ സെക്കൻഡോ തേർഡോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും, പക്ഷേ അത് ഫസ്റ്റ് ഓർഡർ ആണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ അല്ലെങ്കിൽ സാപ്പോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, അത് എഴുതി വെക്കാം. ഓക്കെ, എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ സാപ്പോണിഫിക്കേഷൻ എന്ന് ഇതിന് പേര് പറയുന്നുണ്ട്. ഈ സംഭവം നമ്മൾ വിചാരിക്കും ഇത് സെക്കൻഡ് ഓർഡർ ആണ്, പക്ഷേ ഇത് ആക്ച്വലി ഫസ്റ്റ് ഓർഡർ ആണ്. ഒരു എക്സാമ്പിൾ ആട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിക്കാൻ കഴിയുമെങ്കിൽ ഒക്കെ ഈ സാപ്പോണിഫിക്കേഷൻ എന്നൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഓപ്ഷനിൽ നിന്ന് സ്യൂഡോ ഓർഡർ എന്ന് സെലക്ട് ചെയ്യാൻ കഴിയണം, അതുകൊണ്ട് അത് എഴുതി. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചറിന് അതിലൊരു വ്യത്യാസമല്ല, ടെമ്പറേച്ചറിന് അതിനൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ നല്ലത്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, റേറ്റ് ഡബിൾസ് ഫോർ ഈവൻ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ആദ്യം ഇനിഷ്യലി ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അല്ല 10 പോട്ടെ, ഒരു 23 വിചാരിച്ചു. അത് അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമല്ലോ, ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ, ആ 6. അപ്പോൾ 23 ഒരു 10 ഡിഗ്രി കൂടി 33 ആവുമ്പോൾ ഈ 6 എന്ന് പറയുന്നത് 2R ആയി മാറും. അതായത് ഡബിൾ ആവും. അതായത് ഓരോ 10 ഡിഗ്രി റൈസിലും ടെമ്പറേച്ചർ 10 ഡിഗ്രി റൈസ് ചെയ്യുമ്പോൾ റേറ്റ് ഡബിൾ ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 30 ഡിഗ്രി കൂടിയാൽ എന്താവും, ഡബിൾ. അപ്പോൾ 2 × 2 അല്ലാണ്ട് 2, 3, 6 എടുക്കരുതേ, 2 × 2 × 8 ടൈംസ് ആവും. അപ്പോൾ അത് മനസ്സിലായില്ലേ, പോട്ടെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് 10 ഡിഗ്രി റൈസിൽ ഡബിൾ ആവും, അത്ര മാത്രം നോക്കിയാൽ മതി. ഇനി അറീനിയസ് ഇക്വേഷൻ, ഇത് മസ്റ്റ് പഠിക്കുക. അറീനിയസ് ഇക്വേഷൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എന്തായാലും പഠിച്ചിട്ട് പോകാം, കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അറീനിയസ് ഇക്വേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം കെ എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ്, ആ റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറിനനുസരിച്ച് അതിനൊരു വ്യത്യാസം വരുമല്ലോ. ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഇക്വേഷനായിട്ട് എഴുതാമെന്നാണ് കാണിക്കുന്നത്. അറീനിയസ് ഇക്വേഷനിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കെ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു, കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ്, അതിൽ വേറെ കോൺസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, കെ ഈക്വൽ ടു എ ആൻഡ് e⁻⁴ ഈ എന്ന് പറയുന്നത് എന്താ, അത് കോൺസ്റ്റൻ്റ് ആണോ? അല്ല, അത് എക്സ്പോണൻഷ്യലാണ്. മറ്റേ ലോഗ് ഈ അടിയിൽ ഈ എന്ന് എഴുതുന്നില്ലേ, എക്സ്പോണൻഷ്യൽ കാണിക്കുന്നത്. അത് -EA/RT ആണ് അതിൻ്റെ പവറായിട്ട് വരുന്നത്. ഏതിൻ്റെ പവർ? ഇൻ്റെ പവറായിട്ട് വരുന്ന സംഭവം എഴുതി വെച്ച്. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതാം. ശരി,
അപ്പോൾ ഈ മൈനസ് ഇ എ ഉണ്ടല്ലോ, ഈ ഇയും എയും വേറെ വേറെ സാധനമല്ല, ഇ എ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇ എ എന്താണ് ആക്ടിവേഷൻ എനർജി എന്നാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ട്, അതിലേക്ക് വരാം. പിന്നെ ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ക്യാൻസർ, ടി എന്ന് പറയുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയുന്നത് അറീനിയസ് പാരാമീറ്റർ, കോളിഷൻ ഫ്രീക്വൻസി ഒക്കെ പറയുന്ന സംഭവമാണ്. അറീനിയസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ഇതേ സംഭവമാണ്. ഓക്കെ, പഠിച്ചു വെക്കാം. ഇനി ഇതേ സംഭവത്തിന് വേറൊരു തരത്തിലും എഴുതാം. ഇത് വെച്ചുള്ളൊരു പ്രോബ്ലം ഈ വർഷത്തെ മോഡലുണ്ടായിരുന്നു. അപ്പോൾ ഇത് അധികം പഠിച്ചാൽ നല്ലത്, പക്ഷേ ഇതിപ്പോൾ ഉപയോഗിക്കാൻ അറിയില്ലേ, പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് നോക്കി വെക്കുക. ശരി, ഇനി എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. നേരത്തെ നമ്മൾ കാറ്റലിസ്റ്റിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു പോയി. കാറ്റലിസ്റ്റ് റിയാക്ഷനെ സ്പീഡാക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ സ്പീഡാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഒരു ആക്ടിവേഷൻ എനർജി ഞാൻ പറഞ്ഞല്ലോ. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യലി എത്ര ഉയരണം, ഗ്രാഫ് എത്ര ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ റിയാക്ഷൻ മുന്നോട്ട് പ്രൊസീഡ് ആവുള്ളൂ, റിയാക്റ്റൻസ് പ്രൊഡക്റ്റായിട്ട് മാറുള്ളൂ. അതാണ് എന്ത് പറയുക, ആക്ടിവേഷൻ എനർജി. അതായത് ഈ കേസിൽ ഇതാണ് ആക്ടിവേഷൻ എനർജി. ഇത് എപ്പോഴത്തായിരുന്നു എന്നറിയോ? റിയാക്ഷൻ പാത്ത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇത്രയും കൂട്ടിയിട്ടേ റിയാക്ഷൻ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ഈ റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ് ഉൾപ്പെടുത്തിയപ്പോൾ എന്തായി, ആക്ടിവേഷൻ എനർജി ഇത്രയും കുറഞ്ഞു. അതായത് ഇത്രയും പോയാൽ മതി, എനർജി കുറച്ച് കൊടുത്താൽ മതി, അപ്പോൾ സ്പീഡായില്ലേ, കുറച്ച് എനർജിക്ക് കൂടുതൽ ഗുണം കിട്ടിയില്ലേ, അതുകൊണ്ട് കാറ്റലിസ്റ്റ് സ്പീഡാക്കി നമുക്ക് പറയാം. ഇനി ഒറ്റ പോയിന്റുള്ള എലിമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാവും. ചിലത് ഒറ്റ സ്റ്റെപ്പിൽ സംഭവം കഴിഞ്ഞു, അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിലൊന്നും കഴിയില്ല. ആദ്യം H2 വേറെ എന്തെങ്കിലും ആകും, പിന്നെ അത് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും, പിന്നെ അത് വേറെ എന്തെങ്കിലും ആകും. അങ്ങനത്തെ മൾട്ടിപ്പിൾ സ്റ്റെപ്സിൽ നടക്കുന്ന സംഭവമാണ് കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പോൾ എലമെൻ്ററി എന്ന് പറഞ്ഞാൽ എലമെൻ്ററി, അതായത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നു. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡിങ് 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 അങ്ങനെ കുറേ സ്റ്റെപ്പിൽ നടക്കുന്നു. അതാണ് എലമെൻ്ററി കോംപ്ലക്സ് റിയാക്ഷൻ്റെ വ്യത്യാസം. പിന്നെ കോംപ്ലക്സ് റിയാക്ഷനിൽ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം എന്ന് പറയുന്ന റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആയിരിക്കും. അതാണ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയാം. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഒരു ഓട്ട മത്സരം കുറേ പേര് ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് കുറേ പേര് നല്ല സ്പീഡിൽ ഓടി, കുറേ പേര് മെല്ലെ ഓടി. അപ്പോൾ കുറേ പേര് ജയിച്ചു. ഫസ്റ്റ് ഒരുത്തും കയറി, പിന്നൊരുത്തും കയറി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നവൻ വരെ കഴിഞ്ഞാലല്ലേ മത്സരം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഏറ്റവും സ്ലോ ഓടുന്ന ആളായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റത്തവനാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയാം. അതുപോലെ ഏറ്റവും സ്ലോ ആയിട്ട് ഇതിൽ നടക്കുന്ന സംഭവമാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഓക്കെ, സ്ലോ സ്റ്റെപ്പ് ഈസ് കോൾഡ് റേറ്റ് ഡിറ്റർമൈനിങ്. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, അതൊന്ന് വായിച്ചു വെക്കുക. അപ്പോൾ ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞോളും. പിന്നെ അതാണ് എന്തിനേയും ഫുള്ളിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും, ഫുൾ മെക്കാനിസത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സ്ലോ സ്റ്റെപ്പിലായിരിക്കും, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിന്. അപ്പോൾ മനസ്സിലായെങ്കിൽ മുന്നോട്ട് പോകാം. താങ്ക് യു.